ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്ര വളരെ സന്തോഷത്തിലാണ്. എന്നാലും ഒരാശങ്കയുണ്ട്. ആര്യൻ സാരി ഉടുപ്പിച്ച് തരുമെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ അതൊന്നും നടക്കാൻ പോണില്ല, അല്ലെങ്കിലും ആര്യന് സാരി ഉടുക്കാൻ അറിയാവോ എന്നൊരാശങ്കയോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിന് എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല, പിന്നെ എങ്ങനെ ആര്യൻ ഉടുക്കാൻ അറിയാം? അവനെ കുഞ്ഞിലെ ഞാൻ സാരി ഉടുക്കണ സമയത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ കുഞ്ഞിലെ പെണ്ണായിട്ട് അവൻ സാരി ഇഷ്ടം പോലെ ഉടുത്തിട്ടും ഉണ്ടെന്നേ അവനറിയാം. നീ ആര്യനോടൊന്ന് ചോദിച്ചു നോക്ക് എന്ന് ഗോമതി ഇങ്ങനെ പറയാണ്. പിള്ളേർ സാരി ഉടുത്ത് കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ്. നീ ഒന്ന് നോക്ക്, ചിലപ്പോൾ അറിയാമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞിട്ട് ഇവിടെ ആ സാരിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നീ ഇതുവരെ റെഡിയായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആര്യൻ അങ്ങോട്ടേക്ക് വന്നു. ഇറങ്ങുന്ന സമയമാണ്, ഇതുവരെ സാരി ഉടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആര്യൻ ഇതെപ്പോൾ പോകാനാ, ഇനി എനിക്ക് ജോലിയില്ലേ എന്നൊക്കെ ചോദിച്ച് അവൻ വഴക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവൾ അതും പിടിച്ചുകൊണ്ട് നിന്നിട്ട് പറഞ്ഞു, എനിക്കിത് ഉടുക്കാൻ അറിയില്ല ആര്യ, സാരി ഉടുക്കാൻ എനിക്ക് അറിയില്ല, ഇതെന്നെ ഒന്ന് ഉടുക്കാൻ ഹെൽപ്പ് ചെയ്യാവോ? അയ്യേ എന്നാണ് നമ്മുടെ ആര്യൻ ആദ്യം വെച്ചത്. അപ്പോഴേക്കും അതിനിപ്പോൾ എന്താ, നീ എൻ്റെ ഭർത്താവല്ലേ, പിന്നെന്താ, എനിക്കൊന്ന് സാരി ഉടുത്ത് തന്നാൽ എന്താ കുഴപ്പം? ഈ സാരി മേടിച്ച് തന്നെ വെറുതെ ആയി പോകുന്നു, സാരിയുടെ ആയിട്ട് ഉടുക്കാൻ അറിയാൻ പാടില്ല. ഞാൻ മീനാക്ഷി ചേച്ചിയോട് ചോദിച്ചു, വീഡിയോ കോളിലൊക്കെ കാണിച്ചു തന്നു, പക്ഷെ എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇത്ര നാളായിട്ട് പിന്നെ നീ എന്താ പഠിച്ചത്? പെണ്ണാണ് അത്ര, സാരി ഉടുക്കാൻ പോലും അറിയത്തില്ല. ആര്യ പ്ലീസ് ആര്യ, അറിയാമെങ്കിലൊന്ന് ഉടുത്തതാ. അപ്പച്ചി പറഞ്ഞല്ലോ നിനക്കറിയാന്ന്. എന്തായാലും പെണ്ണുങ്ങളായ മിനിമം സാരി ഉടുക്കാനെങ്കിലും അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളെ രണ്ട് വഴക്കൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് അവൻ ഉടുത്തു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഉടുത്തു കൊടുക്കണ ആ ഒരു സമയത്ത് പോലും ഇവൻ കണ്ണൊക്കെ അടച്ചു പിടിച്ചുകൊണ്ട് ആണ് ഇവൻ ഓരോന്ന് കാണിക്കുന്നത്. ഇവൻ്റെ ഈ കാട്ടായൊക്കെ കണ്ട് മിത്ര ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഒരു ബഹുമാനമൊക്കെ തോന്നുകയാണ് ഇവനോട്, ഒരു ആരാധന പോലെയൊക്കെ തോന്നി തുടങ്ങുകയാണ് നമ്മുടെ ഈ ആര്യനോട്. അങ്ങനെ അവൻ സാരി ജസ്റ്റ് ഉടുപ്പിച്ചു. അപ്പോൾ അവൻ നമ്മുടെ പ്ലീറ്റ് പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ണു തുറന്നിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത്യാവശ്യം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പോഴേക്കും പ്ലീറ്റ് പിടിച്ചു കൊടുക്കുന്നു. അവനൊരു ഭാവഭേദവും ഇല്ലാതെ തന്നെയാണ് കേട്ടോ ഇവന് പ്ലീറ്റ് പിടിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ സാരി എടുത്ത് പിൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഉടുത്തു കൊടുക്കുന്ന സമയത്തൊക്കെ ആര്യനെ അന്തം വിട്ട് നോക്കി നിൽക്കണം ഇത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും അതിനിടയ്ക്ക് നമ്മുടെ മിത്ര ഒരുപാട് സ്വപ്നം കണ്ടു കൂട്ടുന്നുണ്ട്. രണ്ടുപേരും കൂടെ ബൈക്കിൽ പോകുന്നതും പാട്ട് പാടുന്നതും രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഉല്ലസിച്ച് യാത്ര ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഈ ഒരു പാട്ടിനിടയ്ക്ക് നമ്മുടെ മിത്ര ഒരുപാട് സ്വപ്നം കണ്ട് കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇവർ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. അപ്പം കോളേജിൽ പോകുന്ന സമയത്ത് എങ്ങനെയുണ്ട് ആര്യ, ഉടുത്തിട്ട് കൊള്ളാവോ എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴേക്കും ആർക്കറിയാം എന്ന രീതിയിൽ കുഴപ്പമില്ല, എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സാരി ഉടുത്ത് എല്ലാവരും ഇങ്ങനെ തന്നെ ഇരിക്കണം, പിന്നെ ഇപ്പോൾ നിനക്ക് മാത്രം എന്താ പ്രത്യേകത എന്നൊക്കെ ചോദിച്ച് ഇവന് വലിയ അങ്ങ് വിട്ടു പറയുന്നില്ല കേട്ടോ കൊള്ളാമെന്ന്. പക്ഷേ ഇവൻ്റെ മനസ്സ് നിറയെ സുന്ദരിയായിട്ടാണല്ലോ ഇന്ന് മിത്ര എന്ന് തന്നെയാണ് കേട്ടോ. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പുറത്തേക്ക് ഇറങ്ങേണ്ട, ഒറ്റയ്ക്ക് ഞാൻ വന്നിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതെന്താ ആര്യ, എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്നു വിചാരിച്ചിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇവൻ്റെ നെഞ്ചിലൊരു ഇടിവാള് മിന്നി. കാരണം മിഥുൻ തട്ടിക്കൊണ്ടു പോകുന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണ് ആര്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ വെറുതെ തമാശ പറഞ്ഞ ആര്യ, എന്തായാലും ആരും അറിയാതെ ഞാൻ പുറത്തേക്ക് എങ്ങും പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞു. നമ്മുടെ ബാലന് ബാലന് കുറച്ച് പണി കൊടുക്കാനായിട്ട് കുറേ ആൾക്കാരെയൊക്കെ സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് അച്യുതൻ. അങ്ങനെ തന്നെയാണ് ബാലന് നേരെ ഒരു ആക്രമണം, അതും ഒരു യാദൃശ്ചികമായിട്ടൊരു ആക്രമണം എന്ന രീതിയിൽ ബാലന് നേരെ ഒരു റോങ് സൈഡിൽ വണ്ടി വരുന്നു. ബാലനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് എന്തോ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ കുറേ പയ്യന്മാരങ്ങോട്ട് ഇറങ്ങിയില്ലേ അങ്ങോട്ടാണ്. അപ്പോഴേക്കും ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ മാറി വണ്ടി നിർത്തി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അവരിറങ്ങി അങ്ങോട്ട് തുടങ്ങി ബാലനെ ചീത്തവിളിയും അതുപോലെ ബാലൻ്റെ ഭാഗത്താണ് തെറ്റെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ബാലൻ സാരമില്ല പോട്ടെ, എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മക്കളെ, എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ജീവിതകാലം ബാക്കി കിടക്കുകയാണ്, നിങ്ങൾ പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ താൻ ഞങ്ങളെ പേടിപ്പിക്കുകയാണോടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ കയറി തട്ടി കയറുകയാണ്. അപ്പോഴേക്കും ആര്യൻ ഏകദേശം കാര്യം മനസ്സിലായി, ഇത് മറ്റൊരാരോ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരിക്കുന്നതാണ്, അല്ലാതെ ഇവന്മാർ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. അച്ഛൻ സോറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അച്ഛൻ ചെയ്യാത്ത തെറ്റിന് പോലും അച്ഛനത് മാറ്റി കൊണ്ടുപോകാൻ നോക്കി കഴിഞ്ഞിട്ടും ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ എന്തോ കള്ളക്കളി ഉണ്ട് എന്ന് ആര്യന് മനസ്സിലായിട്ടോ. അങ്ങനെ നമ്മുടെ ആര്യൻ ഇടപെടുകയാണ്. ബാലനെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആര്യൻ അങ്ങോട്ട് ഇടപെട്ടു. പിന്നെ അങ്ങോട്ട് തല്ലും വഴക്കും ബഹളമൊക്കെ ആയി. മാത്രമല്ല പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അപ്പോൾ ആകാശം ഉണ്ടായിരുന്നു, ആകാശിനോട് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വാ, ഇവിടെ ഇങ്ങനെ അച്ഛനെ കുറച്ച് പേര് കൂടി തല്ലാനൊക്കെ തുടങ്ങുകയാണ് എന്ന് നമ്മുടെ ആര്യൻ വിളിച്ച് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ വേറെ ആരൊക്കെ അവിടുത്തെ തല്ലിനെക്കുറിച്ചൊക്കെ ഗോമതി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഗോമതിയാണെങ്കിൽ പ്രാർത്ഥനയോടെയും എൻ്റെ ബാലേട്ടൻ എന്തോ പറ്റിയേന്ന് ചോദിച്ചുകൊണ്ട് ഗോമതി അങ്ങോട്ട് അലർമുറ ഇടാൻ തുടങ്ങുമല്ലോ, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞ് കേൾക്കട്ടെ പാതി കേൾക്കാത്ത പാതി
എന്തായാലും ഇതിന് പിന്നിൽ അച്യുതനാണ് എന്ന് മീനാക്ഷിക്കും കോമതിക്കും ഒക്കെ നന്നായിട്ട് അറിയാം, അതുപോലെ തന്നെ ബാലനും ആര്യനും ഒക്കെ. അപ്പോൾ അച്ഛനും മോനും തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകാനും ഈ ഒരു അടിയൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. ബാലനൊന്ന് വിട്ടുകൊടുക്കാൻ ചെന്നപ്പോഴേക്കും ആര്യൻ അങ്ങോട്ട് ഈഗോ കളിച്ചു. ഇനി എന്തായാലും ആര്യൻ അങ്ങോട്ട് മിണ്ടാൻ ചെല്ലുമ്പോഴേക്കും നമ്മുടെ ബാലൻ അങ്ങോട്ട് ഈഗോ കളിക്കാൻ തുടങ്ങും. ഇതാണ് ഇനി അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്നത്, രണ്ട് കൂട്ടരും തമ്മിലുള്ള ആ ഒരു അലമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. കാത്തിരിക്കുക. സി യു അഗെയിൻ. താങ്ക് യു.